മോനെ ഡ്രേക്ക് സീരിയസ് ചെയ്യട്ടെ. ആ വഴി തന്നെ പിന്നെ സീരിയസ് ആയിട്ട് അല്ലല്ലോ കോമഡി. ഒരു കാര്യം കൂടെ ഞാൻ തെളിച്ച് പറയാം. എടുത്തിട്ട് വരുന്ന ഗ്യാങ് വണ്ടികളെല്ലാം ഗ്യാങ് നിന്ന് സംസാരിച്ചാൽ നീ വെയിറ്റ് ആക്കടാ. നീ കുഴപ്പമുണ്ടാ? എനിക്ക് നിങ്ങളോട് കുഴപ്പമില്ല. എന്നോട് വിളിച്ചോണ്ട് ഞാൻ തിരിച്ചു എന്നോട് എന്താ വിളിച്ചേ? വണ്ടി എടുത്തോണ്ട് വിട്ടോന്ന്. അല്ലല്ല ഫസ്റ്റ് വണ്ടി എടുത്ത് വിട്ടോളാം. അല്ല വെയിറ്റ് ചെയ്യാം ബ്രോ. ഞാൻ വെയിറ്റ് ചെയ്ത് നീ വെയിറ്റ് ചെയ്യണം. മനസ്സിലായോ? ഞാൻ വെയിറ്റ് ചെയ്യാം ബ്രോ. പറ ഇപ്പൊ ഇത് ഒരു തീരുമാനിക്കും. ഞാൻ പറയണം നീ പറ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പേരെല്ലാം ചോദിച്ചുള്ളൂ. പേര് വെച്ചപ്പോ പേര് പറയണായിരുന്നു ബ്രോ. ബ്രോ ഞാൻ ചോദിക്കട്ടെ, പേര് പറയണത് നീ പീഡിയൊന്നല്ലോ. ആ ശരിയാണ്. അധികം ഓവറാക്കിട്ട് ഹ്യൂമിലേഷന് വെറുതെ അടിച്ചു തരണ്ട കേട്ടാ. ഇതുവരെ കണ്ടിട്ടില്ല. കണ്ണാടി കണ്ണാവാലം കൂടാൻ വാ. മോനെ കൊഴപ്പില്ലട്ടാ. ശിവു ഇവനോ കട്ട് നമ്മളും കട്ടാണ്ടല്ലോ. ആരാ നോക്കുന്നത്? മുറ്റത്തൊരു മൈന. അതെ നീല്ലേ അടി ഇവനെന്നാ ചെയ്യിപ്പിക്കുക? നീ പാട്ടും പാടി ഡാൻസ് കളിക്കാൻ പറ്റുമോ? എനിക്കില്ലേ എടാ നല്ലൊരു ഡാൻസ്, നിനക്ക് ഇഷ്ടമുള്ള ഡാൻസും നീ പാട്ടും പാട്. റിപ്പയർ ചെയ്യണ വണ്ടി കിട്ടി ലോക്കോലാക്കാതെ. ഡ്രേക്കടാ നീ അമ്പി വിളിച്ചോണ്ട്. പാട്ടുപാടി കളിക്ക്. അല്ല അതെന്താണ് ആയത്? തീർക്കാൻ താല്പര്യമില്ലായിരുന്നോ? അല്ല എങ്ങനെ സംസാരിച്ച് തീർക്കാൻ താല്പര്യമില്ലായിരുന്നോ? തീർക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. നമ്മള് പറഞ്ഞ സൈഡൊക്കെ കറക്റ്റ് അല്ലേ? നമ്മള് പേര് പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തിട്ടില്ലെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. കുറുപ്പ് പറഞ്ഞിട്ടുണ്ട്, നിന്നെ കുറുപ്പ് തന്നെയാണ് കണ്ടിന്ന് വിളിച്ചത്. നീ തിരിച്ച് കണ്ടിക്ക് വരെ നീ വാണമേന്ന് വിളിച്ചു. അത് ട്രിഗർ ആയി. അത് സംസാരിക്കാനാണ് വന്നപ്പോ നീ നമ്മളെ നിങ്ങളെ ഞാൻ കണ്ടി ഇങ്ങോട്ട് വിളിക്കോ? എന്ത് എന്റെ പന്നിപ്പുറം വിളിക്കും. അല്ല നമ്മള് ആൾക്കാര് കൂടുതൽ നിൽക്കുമ്പോ ബുദ്ധിപൂർവ്വം വിളിക്കൂല. കാണിച്ച വിളിക്ക്. അല്ല പക്ഷെ കുറുപ്പ് പറഞ്ഞില്ലേ ബ്രോ, എന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് കണ്ടിന്ന് വിളിച്ച എന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് കറക്റ്റല്ലേ ബ്രോ? ആദ്യം എടുത്തപ്പോ അതിനുശേഷം സംസാരിക്കും വിളിച്ച പിന്നെ അമ്പിന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് നിങ്ങളോട് ടൈം സംസാരിച്ചിരുന്നു. എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. ആരുടെ പ്രസിഡന്റ് നിന്നോട് അമ്പിന്ന് വിളിച്ചുള്ള കാരണം ഞാൻ മാക്കി ഇവിടെ തന്നെ ക്ലിയർ ചെയ്ത് തരാം. അമ്പിന്ന് വിളിച്ചതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് അവന്മാര് എന്താണ് എങ്ങനെ ചെയ്തിട്ടില്ല, ഞാനാണ് കണ്ടീന്ന് വിളിച്ചതെന്ന് അവന്മാര് പറഞ്ഞു. ഞാനല്ല അങ്ങോട്ട് വിളിച്ചത്, എന്നെ ഇങ്ങോട്ട് കണ്ടീന്നാണ് വിളിച്ചത്. അപ്പോഴാണ് ഞാൻ അമ്പിന്ന് പറഞ്ഞത്. എന്റെ ഇവന്മാർക്ക് ട്രിഗറിൽ എന്നെ കണ്ടീന്ന് വിളിക്കാൻ, എനിക്ക് ട്രിഗറിൽ അമ്പിന്ന് വിളിക്കാം. എടാ ട്രിഗറിലല്ല കണ്ടീന്ന് വെച്ചാ നീ എടാ നീ പേര് ചോദിച്ചപ്പോ പറഞ്ഞിട്ടില്ലെങ്കിൽ നീ എന്തിനാ നീ പറയുന്നത്? നീ കോമഡി എടാ നീ എന്താടാ എന്തെല്ലോ പറയുന്നത്? നീ ജയിക്കാൻ വേണ്ടി വിളിച്ചത് ആണോ? എടാ കണ്ടീന്ന് മോനേന്നാ? ഞാൻ ഒരു കാര്യം പറ്റാ സംസാരിക്കാൻ ഞാൻ പറയാം. നമ്മൾ സംസാരിക്കാൻ വന്നതാ. അത്രയും എനിക്ക് നിങ്ങളുടെ നിങ്ങൾ സംസാരിച്ച പിന്നെ നിങ്ങൾ ഇവിടെ ആയതിനെ കൊണ്ടുവന്ന് സംസാരിച്ചത് നീ പൊക്കോളാൻ പറഞ്ഞപ്പോഴല്ലേ മാക്കെ എന്നെ ഇവിടെ ഇട്ട് രണ്ടിടി ഇടിച്ച്. ഇവിടെ ഇടിച്ച് ഞാൻ ഇവിടെ ഇറങ്ങി കഴിഞ്ഞു എന്നെ ഇടിച്ച്. അതെന്തിനാന്ന് പറഞ്ഞുതരാം. നിന്റെ കയ്യിലിരിപ്പുണ്ട്. നിന്റെ ഒക്കെ കയ്യിലിരിപ്പിന് ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? എടാ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാ. ഒന്നും ചെയ്യുന്നില്ല. തൊണ്ട വേനെടുക്കുന്നേ.
കൊല്ലാൻ വേണ്ടിട്ടാ കളിക്കല്ലേ ഹെൽത്ത് കൊടുക്ക് അവിടുന്ന് മാറ്റി ഇങ്ങോട്ട് കോമൺ ലോക്കറില്ലേ അല്ല കോമൺ ലോക്കർ ഫുഡും വെള്ളം കുടിക്കുന്നിട്ട് ഫുഡ് ഫുള്ളാണ്, വെള്ളവും ഫുള്ളാണ്. എന്ത് ചെയ്യണമെന്ന് പറ. നമ്മ ഇവിടെ അല്ലേ ഇരിക്കും, നീ ഡാൻസും പാട്ടും കളി. ഇങ്ങോട്ട് മര്യാദ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മര്യാദ ഉണ്ടാവും. നീ ഇഞ്ഞത് ഇവിടെ മര്യാദക്ക് കൊണ്ട് പോകൂല. ഞമ്മക്ക് ഇടി എല്ലാരും നീ ഡാൻസും പാട്ടും കളിച്ചിട്ടു. നീ ഡാൻസ് അല്ല നീ നിന്റെ അച്ചി വീടല്ല കേട്ടത് കേട്ടാ. എന്താണ്ടാ ചന്തെടുത്ത് നിന്റെ മോത്തോണ്ടാണ് നോയി. എന്താണ്ടാ ഗാലറിയിൽ ഇരിക്കും ശിബു. കളി പാട്ടും അല്ല പാട്ട് പാടാൻ പറഞ്ഞില്ല, ഡാൻസ് അല്ലല്ല അവൻ ഇട്ടേക്കുന്ന ഡ്രസ്സിനോട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അത് അതന്നെ ഓരോ കണ്ടി ഓരോ ഗ്യാങ് കയറി നാണം കിടത്താൻ വേണ്ടി അങ്ങനെ ഇനി കളിച്ചോ ആ ഹെഡ്സെറ്റ് ഊരി തൊട്ട് മണി മണി പലതും കാണിക്കും, മനസ്സിലായോ? മണി ടോക്സ് മണിയില്ലാന്ന് മനസ്സിലായി മോനെ. മണിയില്ലാത്തോനെ ഉറക്ക മണി ടോക്സ്. എടാ നീ ഇല്ലേ ഈ മണി ടോക്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ട്രിഗർ ട്രിഗർ ആക്കാൻ വേണ്ടിട്ടല്ല. നീയൊക്കെ എത്ര പറഞ്ഞാലും ട്രിഗർ ആകൂല, മനസ്സിലായോ? വണ്ടിയുടെ മെസ്സ് അടിക്കണ പരിപാടി ഇല്ലേ, നിർത്തിക്കോ. കിട്ടുമ്പോ അറിയാം ആണല്ലേ ആണല്ല നീ പെണ്ണാന്ന് മനസ്സിലായി. നമ്മളടിക്കണ്ട എടാ പൊട്ട, നീ എന്തിനാ ഇതിന്റെ വീണ് കൊടുക്കുന്നേ? ഹോസ്റ്റേജ് അവിടെ ഇരുന്നാ മതി കേട്ടാ. പലവരെയും പറയും നീ മര്യാദ പിന്നെ മര്യാദ സംസാരിച്ചില്ലേ അപ്പൊ വീട്ടിലിരിക്കണ പലരെയും പറയും മോനെ കേട്ടാ മോനെ. അതെ അതിന്റെ പേരിൽ ട്രിഗറാവണ്ട മോനെ അങ്ങടെ അധികം. അത്രയുള്ളൂ അണ്ണാന്ന് വിളിച്ചോ നീ കുറച്ച് നിനക്ക് ആ മാട്ടിട്ട് ഞാൻ നിന്നെ അവിടെ കേട്ടരാ. അതാണ് അതാണ് നീ മനസ്സിലാടാ. അണ്ണാടാ മറ്റേ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഹാപ്പി അല്ലേ നിന്നെ പോലെ ഒരു. പക്ഷെ അത്ര ഹാപ്പി അല്ല നിന്നെ പോലെ ഒരു തീട്ട കണ്ടിനെ കൊണ്ടുവന്നില്ല, അത്ര ഹാപ്പി അല്ല.
തീട്ട മണക്ക് നിന്റെ അടുത്ത് വരുമ്പോ എന്തൊരു മണോണ്ടാ. ശരിയാണ്. എന്താണത് ഭരതനാട്യം കളിക്കണ പാട്ട് പാടുற മോനെ. വർദ്ധിച്ച് പാടങ്ങള് രണ്ട് പാട്ട് പാടിയുള്ളൂ. പാട്ട് 2 പാട്ട് പോരെ 10 പാട്ട് പാടണം നീ ഇവിടെ നിന്നിട്ട്. നോർമലി നമ്മളതാണ് ആ പോരട്ടെ. ഇവനെ മുതുക്ക് കൊണ്ടുപോയി പാട്ട് പാടി ഡാൻസ് കളിക്കുക. അഡ്മിനാണ് ബ്രോ വിളിക്കുന്നത്. സംസാരിക്കുന്ന കേക്കാൻ കേക്കാം പറഞ്ഞോ. ബ്രോ ഒന്നിങ്ങോട്ട് വന്നേ ബ്രോ. ഒന്ന് മാറിക്കേ. അയാളെ കൊണ്ടങ്ങട് ലൂസിഫർ അല്ല, മുതുക്ക് കൊണ്ടിട്ട് ഡാൻസ് ലൂസിഫർ ഒന്നും ഇല്ല. നമുക്ക് എല്ലാം മനസ്സിലായി. അല്ല അവന്മാരെ ട്രാക്ക് ചെയ്തോണ്ടല്ലോ വിളിച്ചതിനുള്ളത് കൊടുത്തിട്ട് വിട്ടാ മതി. എല്ലാരും കൊടുത്തിട്ട് വിട്ടാ വിളിക്കാമെങ്കിൽ അവന്റെ കൊമ്പാച്ചിനെ സോറി ഇടാൻ പാടില്ല, സോറി ഇടാണ്ടത്. അങ്ങനൊന്നും പറ്റില്ല, അങ്ങനൊന്നും പറയില്ല. പറയാൻ പേര് നിന്റെ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് എന്താ നിങ്ങളെ ആരെങ്കിലും മന്തി അങ്ങോട്ട് കൊണക്കുന്നുണ്ടാ? വിട് 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 വിട്, അതില് വീണ് കൊടുക്കണ്ട. വിട്, നിർത്ത് നിർത്ത്. അവന്റെ അടുത്ത് ആരാണ് നടക്കാൻ പറഞ്ഞത്? അവിടെ ഇരിക്കടാ, ഇങ്ങോട്ട് അവനോട് ഹീലിങ്സ് കൊടുക്കട്ടെ. മോനെ എണീച്ചിരിക്കി. നിന്നോടെ ഞമ്മ സുഖവാസത്തിനോടന്നല്ല എണീക്കട മോനെ. മഞ്ഞത്തീട്ടമ എണീക്ക്, മഞ്ഞ ഷൂട്ട് വന്നേക്കുന്നവൻ. നീ എന്തിനാണ് ഇടക്കിടക്ക് റിഫ്രഷ് അടിക്കണ? ഓ അല്ല എന്റെ മറ്റേ ഇവിടെ ചെയ്ത് വെച്ചേക്കാണ്. ആണോ? ഇതുപോലെ കിടന്നേ ഒരുമിച്ച് കഴിയാ. ഞാൻ നടക്കാം. എന്റെ കാലൊന്നും നക്കി മോനെ. എണീച്ചേക്ക് മോനെ, എണീച്ചേക്ക് മതി. ഡ്രസ് ഇടുന്നത് എണീച്ചിക്കടാ. എടാ ഷിബു, നിനക്ക് ഇതെല്ലാം അറിയുന്നല്ലേ, പിന്നെ നീ എന്തിനാ പിന്നെയും പിന്നീ മാറിക്കല്ലേ അടുത്തുനിന്ന് മാറിക്കടാ. എടാ നീ വീട് ചുറ്റി ഓടാൻ പറ്റുമോ? ഓടിച്ച് വീട് തന്നെ എത്തണം. പക്ഷെ ഈ കോമ്പൗണ്ട് വിട്ട് പോകാനും വേണ്ട, മനസ്സിലായ? ഓട് ഓട് ഓട്. പിന്നാനോടണ്ട 2-3 സ്ഥലത്ത് നിന്നായി, 2-3 സ്ഥലത്ത് നിന്നായി ആൾക്കാര്. ഇല്ലില്ല, 2-3 സ്ഥലത്തായി നിന്നാ മതി. അവിടെ 1 രണ്ടോട്ടോ. വിചാരിച്ച ആള് വന്നില്ലടാ. ഇത്ര ആത്മാർത്ഥത വേണ്ട ഹോസ്റ്റ് ചെയ്യാൻ. ഇങ്ങോട്ട് വണ്ടിയൊക്കെ തുടക്ക്. അവിടെ പാട്ടൊക്കെ പാടി തുടച്ചോനെ. വിരിയട്ടെ മസിലൊക്കെ അങ്ങോട്ട്. എന്താണ് നീ പാത്രം കഴുകാൻ? ഹോസ്റ്റേജ് പോയാ അപ്പൊ ഇനി അങ്ങോട്ടും ഇല്ല മേക്കെ. ആ സൈഡ് ഞാൻ തുടച്ചു കേട്ടാ. ഈ സൈഡിൽ നിന്ന് തുടക്കേ. ആ ജാസി ഇത് കണ്ടി ഡ്രേക്ക് വേറെ വണ്ടി ഉണ്ട്. ഈ വണ്ടി മൊത്തം വൃത്തിയായി. ഇല്ല ഇവിടെ ഒരു 2 മിനിറ്റ് നീ നല്ലോണം ഇവിടെ നിന്ന് തുടച്ചാണ്. അല്ല എന്നിട്ട് ഈ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കട്ടെ മോനെ. ചെടിക്കും വെള്ളം ഒഴിക്കണേ. ആ മരത്തിനൊക്കെ നല്ലോണം അത് തിളങ്ങും. പിന്നെ അത് നമ്മുടെ വണ്ടിയല്ലേ, നിങ്ങളുടെ വൃത്തിയോടാ തിളങ്ങോടത്.
വേണ്ട അതെ, അല്ല അല്ല വേണ്ടായിരിക്കും എങ്ങ വരണം വേണ്ട. അല്ല എനിക്ക് വന്നേ അല്ല മാക്കേ അവർക്ക് തെറ്റ് പറ്റിയതാ മനസ്സിലായ ജോസൂട്ടിക്ക് മനസ്സിലായിരുന്നു കാര്യമില്ലത്. നീ ആ ഷെയ്ക്കിന്റെ അടുത്തൊരു 10 പ്രാവശ്യം സോറി പറഞ്ഞിട്ട് പോയത് കേട്ടോ. ഷെയ്ക്ക് എവിടെ? ഷെയ്ക്കിന് വിളി, എവിടെയാണ് ഷെയ്ക്കിന് വിളി, ഷെയ്ക്കിന് വിളി. ശരിക്കും നമ്മള് വിളിച്ചോളാം, നീ തിളക്കലടാ അധികോ. മോനെ മതി, നീ വെള്ളം ഒഴിച്ച് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചേ. നീയും വെള്ളം കുടിച്ചോ, ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച മോനെ പോയിട്ട്. അല്ല ഈ അതിന്റെ ചെടിയൊക്കെ വെള്ളം എന്റെ വായിൽ നിന്ന് വന്നതിന് ഒരു 10 പ്രാവശ്യം സോറി പറഞ്ഞാണ് മുഖത്തോട്ട്. 10 വേണ്ട, 50. സോറി എന്ന് പറ. അല്ല ഒരു 25. നീ പറ ഒരു എന്റെ മുഖത്തോട്ടല്ല, നീ 10 വേണ്ട മാക്കേ, 25. ഷെയ്ക്ക് അവനെല്ലാരും അറിയാ, പക്ഷെ അവനെ അഭിനയിക്കുന്നു കള്ളൻ. അങ്ങനെ എണ്ണ നീ എണ്ണ 1 2 അങ്ങനെ അല്ലല്ല രണ്ട് ഷെയ്ക്ക സോറി 3 ഷെയ്ക്കണ്ണ സോറി 4 ഷെയ്ക്കണ്ണ സോറി 5 ഷെയ്ക്കണ്ണ സോറി 6 ഷെയ്ക്കണ്ണ സോറി 7 സോറി 8 എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ലല്ലോ ഷെയ്ക്ക്. അത് കഴിഞ്ഞ ഇവിടെ നിന്നിട്ട് പോയിട്ട് നീ അങ്ങ് പിന്നീട് അങ്ങ് പൊളിച്ചിട്ടുള്ള വല്ലാത്ത ഓർമ്മയുണ്ട്. പണ്ട് നിന്നെ പറ്റില്ല, ഇനി പറ്റില്ല. ആണെങ്കിൽ മര്യാദ മര്യാദ തരാൻ പറ്റൂല. അപ്പൊ അവര് ഇതെന്തേ പറയുന്നത്? അല്ല അവന്മാര് വരാണ്ട് പോണ്ട ഇനി. അവന്മാര് അല്ല നമ്മള് നടത്തിട്ടുണ്ടോ? നമ്മളെന്തിനാ നടത്തിരുന്നേ? നമ്മളെന്തിനാണ് നടത്തിരുന്നേ? 50. ഹലോ, ഈ ഡ്രേക്ക് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഫാമിലി അല്ലേ? നമ്മുടെ മര്യാദക്ക് ഇവന് കാര്യം പറഞ്ഞു കൊടുത്താലും ഇവൻ നന്നാവില്ല, മനസ്സിലായോ? ഇനി ഇറങ്ങേ എന്നാ വെച്ചേ ഫാമിലിയുള്ള ആളോ ചോദിച്ചു. അപ്പൊ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, മുമ്പേ ഞാൻ എക്സ്ട്രാ ഒരു വാർച്ചായിട്ട് കണ്ടില്ല. അല്ല നമ്മളെ ഇതെന്ന് പറഞ്ഞാല് പണ്ട് ഓർമ്മയുണ്ടല്ലോ, ഈ വീക്സ് നമ്മളെ ടൈം കഴിഞ്ഞിട്ട് നമ്മളെത്താത്തതുകൊണ്ട് നമുക്ക് വിട്ടൊന്നില്ല. അതുകൊണ്ട് ഇതേപോലെ തന്നെ അവര് വരുന്നത്. എന്താ മോനെ സംഭവം ഉണ്ട്, അതുകൊണ്ടാണ് വെയിറ്റ്. ഓക്കെ സംഭവം വെയിറ്റ് ചെയ്യാം. ഇനി പറഞ്ഞു ഓക്കെ. എടാ അവിടുന്ന് TJ ആരെങ്കിലും വരാതെ നിന്നെ വിടൂല, മനസ്സിലായില്ലേ? ഓക്കെ കുഴപ്പമില്ല. കൊണ്ടുപോവാൻ വായോന്ന് വിളിച്ചു പറ. അയ്യോ എന്നെ കൊണ്ടുപോവാൻ വായോ. അവര് പറയുന്നു എന്നെ നിങ്ങളെ മുന്നിൽ നിങ്ങൾ വന്നാലേ വിടുള്ളൂ എന്ന് പറ. ഹലോ, എന്നെ ഒന്ന് കൊണ്ടുപോകാൻ വരണേ. അയ്യോ നോടി അയ്യോ എന്നെ ഒന്ന് വിളിക്കാൻ വരണേ. അത് പിന്നെയും കുഴപ്പമില്ല. അകപ്പെട്ടിരിക്കണേ. ഹലോ മതി മൈൻഡാക്കുന്നില്ല. വിട്ടെ മൈൻഡാക്കുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യാനാടാ? അവനെ വേണ്ടാന്ന് തോന്നുന്നു ആവശ്യം. ഇവന്റെ അവസ്ഥ സത്യല്ലേ? ഇത്രക്കും വലിയൊരു അവസ്ഥ. വെള്ളം ഉണ്ടോ ശുഭണ്ണ? ഇടാൻ പാടില്ല, മനസ്സിലായോ? അല്ല നമുക്ക് റബാഡിനെ കൊണ്ട് സോറി അറിയിച്ചൂടെ? ഉണ്ടല്ലേ ഗാങ്ങോസ് പെട്രോളൊക്കെ വിലയാടേ. പെട്രോളൊക്കെ എടാ നമുക്ക് പെട്രോളില് ഫ്രീ ആടാ. നമുക്ക് കിണർ പോലെ കുഴിച്ചാ പെട്രോൾ. നമുക്ക് ഇതെല്ലാം ഉണ്ട്, റിഫൈനറിയിലുണ്ട്. മനസ്സിലായോ? ഇവന് ഈ കൺസിഡറേഷൻസ് ഇവനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതില്ലേ നീ ഇല്ലേ അങ്ങനെ നീ തെറിച്ചെറിച്ച് പോവല്ല. നീ ഒന്ന് കുനി
എന്റെ മാന്ത് മണ്ണ് ഇവിടുന്ന് കുച്ച നിന്റെ അടുത്തല്ലേ ഇവിടെ വെള്ളം ഒഴിക്കാൻ പറ നിന്നെ ഇവിടെ വേലക്കുണ്ടെന്നാണ് വെള്ളം ഒഴിക്കാൻ പോയിട്ട് നീ എന്താണ് ഇവിടെ എനങ്ങാണ്ട് പോടാ പണിക്കുണ്ടെന്ന് നിന്നെ പോടാ വെള്ളം ഒഴിക്കാൻ പോയിട്ട് അവന്റെ ബാക്കിലോട്ടാ ചെടിക്കണ മരത്തിന് വെള്ളം ഒഴിക്കി വിട്ടു മോനെ മോനെ പോടാ വേലക്കാര പോടാ അങ്ങോട്ട് പോടാ ഡാടാ അങ്ങോട്ടോ അവിടെ നീ അവിടെ പോയി അധികം സംസാരിക്കുന്നത് നിന്റെ വായിൽ ഇപ്പൊ നമ്മ തുണി തിരികെ വെച്ചേക്കുന്നത് നിനക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടാ വെള്ളം സംസാരിക്കുന്ന മോനെ നിന്റെ വാവ് ടേപ്പ് വെച്ച് അടച്ചു നമ്മള് നീ നേരെ ഇനി വെള്ളം ഒഴിച്ചു എല്ലാ ചെടിക്കും വെള്ളം വെച്ച് ഇതെന്താണിത് പ്രാർത്ഥിക്കാൻ വന്നത് അതൊക്കെ നമ്മ ആവശ്യത്തിന് ഇതായിക്കൊണ്ട് നീ വെള്ളം ഒഴിച്ചാ മതി പരിപാടി വെൽഡിങ്ങാ പേര് പറയാനാ പേര് പറയാൻ സൗകര്യമില്ല കണ്ടെത്തടാ ഇങ്ങനെയൊക്കെ കണ്ടെത്തണത് കണ്ടെത്തുവനെ കണ്ടെത്തണ നീ ഇങ്ങനെയല്ലേ കണ്ടെത്തണത് ഇതെല്ലാം നമ്മ പഠിപ്പിച്ചു തരണം ഇതെന്താണിത് തപ്പ് വേഗം തപ്പ് നീ ഇങ്ങനെ മരത്തുമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിക്കല്ലേ മരത്തുമ്മ വേറെ എന്തെങ്കിലും വിചാരിക്കും കേട്ടാ മരമൊക്കെ നീ മരോ ഫൈലാണോ പക്ഷെ നിന്നെ വിളിക്കാൻ അവർക്ക് വേണ്ടാന്നാ പറയണേ എന്ത് ചെയ്യാനാ വിളിക്കാൻ വരത്തില്ലെന്ന് പറഞ്ഞാടാ സത്യമായിട്ട് അത് അറിഞ്ഞുകൂടാത്തോണ്ടെന്ന് പറഞ്ഞു തരും നിന്നെ വിളിക്കാൻ വരാത്ത നീ ഇല്ലേ അത് കുലുക്കി വേണ്ട മുട്ട വരൂ വരും ഞാൻ തപ്പിക്കൊണ്ട് വെള്ളം നനയ്ക്കാൻ എടാ നിനക്കില്ല എടാ നല്ലൊരു പാട്ട് ഒരു പാട്ട് പറയാ നല്ല പാടിപ്പിക്കാൻ പറ്റുമോനി വേഗം പാട്ട് പറ പാടിപ്പിക്കാൻ പറ്റിയ പാട്ട് പറ പെട്ടെന്ന് എന്ത് ചെയ്യണം പറയും ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു അതെ TJ-യുടെ നിന്റെ ജീവിതം നിന്റെ ഫുള്ള് ജീവിതം എന്ന് പറഞ്ഞട്ടെ ജീവിതം എന്ന് പറയുമ്പോ രാവിലെ എണീക്കുക അല്ലല്ല ജനിച്ചു തൊട്ടിട്ട് ഇവിടം വരെയുള്ള ജീവിതമൊക്കെ ഞാൻ ജനിച്ചത് പലേറ്റൂലാണ് എന്നിട്ട് പലേറ്റ് ജനിച്ചത് ആദ്യമൊക്കെ മറ്റേ ഇതായിരുന്നു സ്മഗ്ലിംഗ് ആയിരുന്നു സ്മഗ്ലിങ് ഞാൻ കൊച്ചിലേക്ക് ഞാൻ ഒരു ഡോണിന്റെ കൂടെ ഇരുന്നു ടൈഗർ വർമ്മ എന്നാണ് പേര് എത്ര വയസ്സില് ഞാൻ എന്നെ പുള്ളി എടുത്ത് വളർത്തിയതാണ് എത്ര വയസ്സിലാണ് നീ സ്മഗ്ലിംഗ് എനിക്ക് ഓർമ്മ വെച്ച ഒരു പ്രായം എന്ന് പറയുമ്പോ ഒരു പോട്ടെ കഥ പറ 5 വയസ്സിൽ സ്മഗ്ലിംഗ് കഥയിൽ റിയാലിറ്റി ഇല്ല നീ മനസ്സിലാക്കേ ഇതേതോ മാറലാറ്റാ പറ എടിമ കഥ പറയുന്ന കഥ പറയട്ടെ കേട്ടോട്ടാ പ്രൈഡിന്റെ കൊടി എടുത്തങ്ങോട്ട് പിടിച്ച കയ്യില് എടാ നല്ല കൊഴപ്പാകുവോ പ്രൈഡിന്റെ കൊടിയെല്ലാം പിടിച്ചേക്കുന്നേ അല്ല എനക്ക് എന്തായിക്കോട്ടെ നീ കഥ ഫുള്ള് പറയടാ ഇട്ടിട്ട് നീ കഥ അവിടെ ഞങ്ങളെ സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പുള്ളി വിട്ട് മനസ്സിലായി എന്തിനാണ് വിദ്യാഭ്യാസോ വിദ്യാലയം എടാ നിക്ക് എന്നിട്ട് വിദ്യാഭ്യാസം ഉണ്ടോ എടാ ന്യൂട്ടന്റെ ഫസ്റ്റില് പറഞ്ഞ ന്യൂട്ടന്റെ ഫസ്റ്റില് പറഞ്ഞ അവിടെന്ന് പിന്നെ ഒരു ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞു കേട്ടില്ല ന്യൂട്ടന്റെ ഫസ്റ്റിലോ വിദ്യാഭ്യാസം ഉള്ളല്ലേ ന്യൂട്ടന്റെ ഫസ്റ്റിലോ ബ്രോ എനിക്ക് ഫിസിക്സ് അറിഞ്ഞൂടാ എന്നാ ഏതാ പഠിച്ചത് ഞാൻ അക്കൗണ്ടൻസി അക്കൗണ്ടൻസി ഇതെല്ലാം എങ്ങനെയാന്ന് അതൊന്നും ഊസിയല്ലോ കണക്കറിയോ എന്നാ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറ എന്താണ് ഇവരെ കൊണ്ട് വെറുതെ പറയല്ലോ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറ ഭയങ്കര ബോറാണ് ഇവന് ഒരു
അവന്മാർക്കും വേണ്ട നമുക്കും വേണ്ടാണ്ടായി വെറുതെ എല്ലാമാരും മനസ്സിലായി വരാത്ത ഇതല്ലേ ഓസിയാ മോനെ ആർക്കും വേണ്ട നമുക്കും വേണ്ട 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും അക്കൗണ്ടൻസി എല്ലാം എങ്ങനെ ഓസിയാവുക? ആ അവ പഠിച്ചു പറഞ്ഞല്ലേ കൂടില്ലേടാ. ഇല്ലെന്ന് വേണ്ടാന്നോ വിളിക്കാൻ വരുമോ ഉള്ളത് എന്നെയാണേ ഒന്നുകൂടെ ഇനി ദോശ ഉണ്ടെന്ന് കണ്ടില്ലേ ഇനി കണ്ണോട്ടന്മാരല്ലോ നിങ്ങൾക്ക് വേണ്ടാത്തോണ്ട് അല്ലല്ല അവര് വരട്ടെ അവര് വരട്ടെ നമ്മക്ക് വേണ്ടി നമ്മളെ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയതല്ലേ വേറെ മനസ്സിലായ പറയുന്ന കേൾക്കുന്നുണ്ടോ? ആരും ഒന്നും ചെയ്യില്ല. അവര് വരുമ്പോ അവര് വെളി നിൽക്കും, ഇവര് എഴഞ്ഞ് പുറത്തോട്ട് വരും കേട്ടോ. ബാക്കി ഞാൻ വേണ്ട നീ നിൽക്കുക ഇങ്ങനെ തന്നെ. കാലി വേനുണ്ടെങ്കിൽ നീ ഡാൻസ് കളി. നിനക്ക് തൂറാൻ മുട്ടുന്നുണ്ടാ? ആ അതിട്ട ഇപ്പിട്ട സാധനല്ലേ അതിട്ടോ. അതൊന്നിട്ടെ ഇപ്പൊ തലേന്ന് വിളിക്കുന്ന സാധനട്ടെ. പാട്ട് വെക്കാൻ പറ്റൂ ഇവിടെ? പാടിയിട്ടെന്നെ കേട്ടോ. പാടി മടുത്ത് ഒരുമിച്ചായിരുന്നു. ചുമ്മാ അല്ല തൃശ്ശൂർ പൂരം തുടങ്ങിയ കൊട്ട് കൊട്ട് കൊട്ടെ ചണ്ടകൊട്ടെ കുറച്ചുകൂടി വെച്ചരാ. ഞാൻ ബീറ്റ് ബോക്സ് സംസാരിച്ചോട്ടെ. എന്നെ വിളിക്കാൻ വരുമോ? നമ്മുടെ ബുദ്ധിപൂർവ്വമല്ല മനസ്സിലായ. ചെണ്ടപ്പാട്ട് കേട്ടില്ലേ നിങ്ങള്? ആ ഓക്കെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ വിളിച്ചല്ലോ ചോദിക്കും നിന്നെ വേണ്ടെന്നോ അല്ല അതൊക്കെ വേണ്ടെന്നാണ് പറയും മറ്റേ നിങ്ങളുടെ വേലക്കാരനായിട്ട് എടുത്തോടാ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യ ഫുഡ് കഴിച്ചാ നിങ്ങൾക്കാ നമുക്കൊരു തക്കാളി കറി ഉണ്ടാക്കിയോ? നീ തക്കാളി കറി ഉണ്ടാക്കണേ. തക്കാളി കറി വന്നാ നമ്മള് ബാക്കിലേക്ക് മുന്നിൽ പോണ്ട. പറ എന്നെ കേട്ട് എന്നെ പുറത്തേക്ക് എന്നെ ലിഫ്റ്റ് പെട്ടെന്ന് ഞാൻ ബീറ്റ് ബോക്സിംഗ് ആണിത്. എണീറ്റോട്ടെ ഇനി മേലെ ഷെയ്ക്കിനൊന്നും പറയില്ല കേട്ടോ. വിട്ടോ അയ്യോടെ കാണിക്കാനാ വിളിച്ചത്. സൂപ്പർ ഇഷ്ടപ്പെട്ട കൊണ്ടുപോടാ ഇവിടെ നിക്കണല്ലോ. എന്നെ മാറ്റി കത്തിച്ചുവിടാ. നേരത്തെ മരിച്ചറിഞ്ഞേ. അഡ്മിനെ ഒന്ന് എന്താ പറ്റി? അഡ്മിൻ കണ്ടില്ലേ? അഡ്മിനെ എടാ നീ അങ്ങോട്ടേക്ക് വേറെ നിക്ക്. നീ ഇല്ലേ എസ്കോട്ട് അടിച്ച T/escort ഈനക്ക്
ആ അതെ അതെ. ഓക്കേ, മേക്കെ, 10 മണിക്കൊക്കെ വിളിക്കട്ടാ, ഞാൻ പോയിട്ട് പിന്നെ വരാം. ലാസ്റ്റ് അവന്മാരെ വിളിക്കാൻ വേണ്ടി വിളിച്ച് വന്നായിരുന്നേ. പിന്നെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഷെയ്ക്കിനെ വേണമെന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു ഷെയ്ക്കിനെ ഇനി മേലെ പറയാൻ വാപൊങ്ങനെ അടിച്ചു കൊന്ന് കത്തിച്ചു അല്ല അവന്മാരെ മുന്നേ വെച്ച് കൊന്ന ഞാൻ തലക്കൊരു അടി കൊടുത്ത് വിട്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്. അവന്മാരോട് കാണണം. ഇനി ഷെയ്ക്കിനെ ആ കൂട്ടത്തിൽ ഒരുത്തനും പറയരുതല്ലോ. ഷെയ്ക്കിനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും മനസ്സിലാവണം.